ഹലോ, ഇന്നൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ്. കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് നടുവിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഡിസ്കിന് പെരുപ്പും വേദനയായിട്ടാണ് ഞാൻ ഫസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. അന്നേരം എക്സ്റേ എടുത്തപ്പോൾ എനിക്ക് ഡിസ്കിന് കുറച്ച് കംപ്ലയിൻസ് ഉണ്ട്. അതിൻ്റെ റീസണായിട്ട് ഡോക്ടർ പറയുന്നത് വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം 9 ഉണ്ടായിരുന്നുള്ളൂ. അതിലും കുറവുള്ളവരുണ്ടാകും കേട്ടോ. അപ്പം ഈ 9 വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടായത് കൊണ്ട് തന്നെ എല്ലുകളുടെയൊക്കെ ബലം കുറഞ്ഞിട്ട് എൻ്റെ സ്പൈനൽ കോഡ് ചെറുതായിട്ട് വളഞ്ഞു തുടങ്ങിയിരുന്നു. ഈ ഒരു പെയിനുമായിട്ടാണ് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തത്. ഇപ്പോൾ നിലവിൽ ഒരു 2019 സമയം വരെ ഞാൻ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം കൊറോണ വന്നതോടുകൂടി ഹോസ്പിറ്റലൊന്നും പോകാതെ ട്രീറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്തു കേട്ടോ. ഇപ്പോൾ റീസെൻ്റ്ലി വീണ്ടും പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വൈറ്റമിൻ ഡി 12 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഈ ബാക്ക് പെയിന് കൂടാതെ കൈ കാലുകളിലൊക്കെ പെരുപ്പും വേദനയും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രശ്നമാണ് മറവി. എനിക്ക് ഭയങ്കര മറവിയാണിപ്പം. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ഇപ്പം എന്തെങ്കിലും ഒരു സാധനം സൂക്ഷിച്ച് വെച്ചാൽ തന്നെ എവിടെയാണ് വച്ചതെന്ന് പിന്നീട് എനിക്ക് ഓർമ്മ കാണത്തില്ല. അതേപോലെയാണ് ഒരു ഫോൺ ചെയ്യാൻ വേണ്ടി കയ്യിൽ ഫോൺ എടുക്കും, പക്ഷേ ഫോൺ ആരെ വിളിക്കാനാണ് എടുത്ത്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനായിരിക്കും, ആർക്ക് മെസ്സേജ് അയക്കാനാണ് എടുത്ത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് മറന്നു. അതുപോലെ ഈ ഫോൺ പല ഷോപ്പിലും കയറിയിട്ട് പലയിടത്തും മറന്നു വെച്ചിട്ട് വരുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കുള്ള ലക്ഷണങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറവി കൂടാതെ മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് ദേഷ്യവും സങ്കടവും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ആവശ്യമില്ലാത്ത ചെറിയ കാര്യത്തിന് പോലും പൊട്ടിത്തെറിക്കുക. ഇതൊക്കെ ഒരു പരിധിവരെ വീടുകളിൽ പ്രശ്നം ഉണ്ടാക്കാനുള്ളൊരു വലിയ പ്രശ്നം അതാണ്. പങ്കാളികൾ തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഒരു പരിധിവരെ ഇതൊരു കോട്ടം തട്ടുന്ന രീതിയിലേക്ക് പോകാൻ സാധ്യതകളെല്ലാം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടാവണം എന്നില്ല. കൃത്യമായിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ വൈറ്റമിൻ ഡി കുറവാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിനോടൊപ്പം നമ്മുടെ ഭക്ഷണത്തിൽ മുട്ടയുടെ മഞ്ഞ, പാലുൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ മീൻ, ഇവയൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നന്നായിട്ട് വെയിൽ കൊള്ളാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡി പിന്നെ നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ട് തരും. അപ്പോൾ അത് ആഴ്ചയിൽ ഒരിക്കലാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ആ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് ബാലൻസ് ആയി പോകും. അപ്പം ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകണം. അല്ലെന്നുണ്ടെങ്കിൽ ക്രമേണ നമ്മളുടെ എല്ലുകൾക്കെല്ലാം ബലക്ഷയം സംഭവിക്കുകയും നമ്മളെ അത് കാര്യമായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുകയും ചെയ്യും കേട്ടോ.